ഇന്ന് നമുക്ക് വെറൈറ്റി പുട്ടൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളിലെ മെനുകൾ കാണാറുള്ള എഗ് ബിരിയാണി പുട്ടുണ്ടാക്കാം. കാടമുട്ട യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. വെറൈറ്റി പുട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി പുട്ട് റെസിപ്പിയാണ് ഇത്. അപ്പോൾ ആദ്യം നമുക്ക് കാടമുട്ട മസാല റെഡിയാക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണയും നെയ്യ് ഒഴിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, കുരുമുളക് പൊടിയും, മല്ലിപ്പൊടിയും, ബിരിയാണി മസാലപ്പൊടി ഇട്ട് വഴറ്റിയ ശേഷം തക്കാളിയും, മല്ലിയിലും, പുതിനയിലും, തൈരും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. പാകത്തിനൊപ്പം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും പുഴുങ്ങിയ കാടമുട്ടയും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫില്ലിങ്ങിനായിട്ടുള്ള കാടമുട്ട മസാല റെഡിയാവും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പം ഞാനിവിടെ നിറപറയുടെ റാഗി പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നിറകടുപ്പിൽ സാവധാനത്തിൽ വറുത്തെടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു പുട്ടുപൊടിയാണ് നിറപറയുടേത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടിന് നല്ലൊരു ഓതന്റിക് ടേസ്റ്റും സോഫ്റ്റ്നെസ്സും അരോമയുമാണ് കേട്ടോ. പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് പുട്ടിന്റെ പാകത്തിന് നനച്ചെടുക്കാം. ഇനി നമുക്ക് പുട്ട് വേവിച്ചെടുക്കാം. പുട്ടുകുറ്റിയിലേക്ക് തേങ്ങാപ്പീര, ഫ്രൈ ചെയ്ത സവാളയും കാഷ്യൂനട്ടും റൈസിൻസും, മല്ലിയിലും, പുതിനയിലും, പുട്ടുപൊടി, കാടമുട്ട മസാല ഇത്രയും ലെയറായി പുട്ടെടുത്ത് 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ആവി പറക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ബിരിയാണി പുട്ട് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ പപ്പടം, സാലഡും ഒക്കെ കൂട്ടി കഴിക്കാം. Download ShareChat.